ഇപ്പോൾ ജഡാവസ്ഥയിൽ കിടക്കുന്ന ബ്രഹ്മയുഗത്തിലെ ജഡാവസ്ഥയിൽ കിടക്കുന്ന മമ്മൂട്ടിയുടെ മുഖത്ത് ഈച്ച വന്നിരിക്കുന്നുണ്ടെങ്കിൽ മരണമോ അല്ലെങ്കിൽ മരണത്തിന് മുമ്പുള്ള നിശ്ചലമായ അവസ്ഥയിലുണ്ടാകുന്ന രോഗാവസ്ഥ, ആ കഥാപാത്രം ആരാണോ രോഗം വന്നേ പറ്റൂ. നല്ലത് ഇത് കരുക്കള്. ഈ സച്ച് മരിക്കുന്ന ദിവസം ഞാനും വിവേക് കൂടെ ഈ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഞാൻ സ്ക്രിപ്റ്റ് നിർത്തിയിട്ട് പറഞ്ഞു, മലയാള സിനിമയിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്, അയാൾ 2 പേരുള്ള ഒരാളുമായിട്ട് ഉള്ളൊരു സിനിമ എടുക്കുന്നത്. നമ്മുടെ ഈ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ താഴെ വന്ന് ചീത്ത പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം റിയലിസ്റ്റിക് ആയിട്ട് മരണം എന്ന് പറയുന്ന സത്യത്തിൻ്റെ ദുരിതം അവൻ മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പ് തുടങ്ങും. പക്ഷെ എന്താണ് അയ്യപ്പനും കോശിക്കും പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മുണ്ടൂർ മാടൻ എന്ന വാക്കാണ്. അല്ല, അതിനകത്തൊരു ലോക്കുണ്ട്. ആ ലോക്ക് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ അത് എവിടുന്ന് സച്ചിക്ക് കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് യഥാർത്ഥത്തിൽ ഒടിയൻ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലുള്ള ഒടിയൻ പിടിക്കുന്ന ലോക്കാണ്. അത് സത്യം പറഞ്ഞാൽ അതിനുശേഷം നടന്മാരുടെ അല്ലെങ്കിൽ അനിലേട്ടൻ മരിച്ചു. ഞാനത് എന്നോട് ചോദിക്കാൻ വെച്ചൊരു ചോദ്യമാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ക്രിപ്റ്റ് റൈറ്ററോട് ഒരു കഥയുടെ ത്രെഡ് ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ചെയ്യരുത് രോഹിതി എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ എന്താ എന്ന് ചോദിച്ചപ്പോൾ കുറേ കഥ, അതായത് ആകാശഗംഗ, വെള്ളി നക്ഷത്രം, ഭ്രമയുഗം, ഇത് നമ്മുടെ പൃഥ്വിരാജിൻ്റെ അയ്യപ്പനും കോശിയും, ഇങ്ങനെ കുറേ സിനിമകളുടെ പേരുകൾ പറയുന്നു, കുറേ കഥാപാത്രങ്ങൾ പറയുന്നു, കുറേ മരണങ്ങൾ പറയുകയാണ്. സത്യത്തിൽ അങ്ങനെ കഥയിൽ സിനിമയിൽ പൊതുവെ ജനങ്ങൾ പറയുന്നത് സിനിമാക്കാർ അന്ധവിശ്വാസികളാണെന്നാണ്. സിനിമയിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ഞാൻ പിന്നെ അത് പറഞ്ഞുകൊണ്ട് പറയാം, അയ്യപ്പനും കോശിയും എന്നുള്ള സംവിധായകൻ സച്ചി, ഞാൻ ഒരു പ്രാവശ്യം അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്. ഈ സച്ച് മരിക്കുന്ന ദിവസം ഞാനും വിവേക് കൂടെ ഈ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഞാൻ സ്ക്രിപ്റ്റ് നിർത്തിയിട്ട് പറഞ്ഞു, മലയാള സിനിമയിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്, അയാൾ 2 പേരുള്ള ഒരാളുമായിട്ട് ഉള്ളൊരു സിനിമ എടുക്കുന്നതാണ്. അതെങ്ങനെ പറഞ്ഞു? മലയാള സിനിമയിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്, അയാൾ ഒരു റൈറ്ററാണ്, എഴുത്തുകാരനാണ്, അയാൾ മരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞ മറ്റൊന്നാണ്. ഞാൻ ഒരു കഥ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന ആളിനോട് ഞാൻ പറഞ്ഞു, ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, മൃത്യു, ഒരു നടനാണ്, അത് ശ്രീനാഥ്. ഇത് ചില ലെയറിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നതാണ്. ശരിയാവണമെന്നൊന്നുമില്ല, 100% ശരിയാവണം എന്നൊന്നുമില്ല, പക്ഷേ അത് സംഭവിക്കും. ഇപ്പോൾ നമ്മുടെ മരണസമയം വളരെ കൃത്യമായിട്ട് എൻ്റെ ചുറ്റും നിൽക്കുന്നവരോട് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ അവരാരും ഇത് ഉൾക്കൊള്ളുകയോ പറയുകയോ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആ സമയത്തേക്ക് നമുക്ക് എവിടെയാണോ എത്തപ്പെടേണ്ടത് ആ സമയത്ത് എത്തപ്പെടേണ്ടി വരും. നമ്മളെ മനുഷ്യൻ ഭൗതികമായിട്ട് ധനം ഉണ്ടാക്കുക, കുറേ പ്രശസ്തി ഉണ്ട്. 10 പേര് ഒരാൾ അറിയുമെന്ന് വിചാരിച്ചിട്ട് എന്താണ് പ്രധാനം? ഒരാൾ പ്രശസ്തനാകുക എന്താ കാര്യം? നമ്മൾ ജനിച്ചാൽ മരണമെന്ന് പറയുന്ന ആ ഒരു ശാശ്വതമായ സത്യത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ അവൻ്റെ കർമ്മം എന്താണ്? ആ കർമ്മങ്ങളാണ് ചെയ്യുന്നത്. ഒരാൾ മറ്റൊരാളെ നശിപ്പിച്ചിട്ട് പ്രതികാരം ചെയ്തതുകൊണ്ടോ, ഒരാൾ കുറേ സമ്പത്തുണ്ടാക്കിയത് കൊണ്ടോ, അവൻ ആഗ്രഹ പൂർത്തീകരണമൊക്കെ നടത്തിയത് കൊണ്ടോ അവൻ മരിക്കാതിരിക്കുന്നില്ല. അവൻ്റെ കർമ്മങ്ങൾക്കനുസരിച്ച് അവൻ എന്ത് ദുരിതമാണോ അവൻ അനുഭവിക്കേണ്ടത് അതെല്ലാം അനുഭവിച്ചേ പറ്റൂ. നമുക്ക് ഒരു ബന്ധമില്ലാത്ത ഒരാളെക്കുറിച്ച് നമ്മൾ അപഖ്യാതി പറയുന്നു, അത് അപ്പം തന്നെ മാർക്ക് ചെയ്യപ്പെടും. മറ്റൊരാൾക്ക് ഒരാളെ നശിപ്പിക്കാനായിട്ടൊരു കർമ്മങ്ങൾ ചെയ്യുന്നു. ഇപ്പം ഞാൻ ഇവിടെ ധാരാളം പേര് വരുന്ന ദിവസമാണ്. വരുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, എത്രയോ തലമുറ മുമ്പ് നടന്ന ഒരു വിഷയം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അഞ്ചലിൽ നിന്ന് ഒരു ഫാമിലി ഇവിടെ വന്നിരുന്നു, അഞ്ചലിൽ നിന്ന്. അപ്പോൾ അവർക്ക് ഏക്കർ കണക്കിന് സ്വത്തുണ്ട്. അവരുടെ വിഷയം സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, 4-5 തലമുറ മുമ്പ് അംഗവൈകല്യം 2 കാലും വിപരീത ധ്രുവങ്ങളിലുണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു. അതാരായിരുന്നു? കണ്ടുപിടിച്ചു. പലതും നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത നമ്മുടെ ചിന്താധാരകൾക്കപ്പുറത്തുള്ള, ഇപ്പോൾ പ്രേത വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ മരണാനന്തര ശേഷം ഒരു ജീവിതമുണ്ടോ? നിങ്ങളെൻ്റെ പുസ്തകങ്ങൾ എന്നോട് തർക്കിച്ചോളൂ. പ്രേതമുള്ള ഒരു വീട്ടിലേക്ക് നിങ്ങളെന്നെ ക്ഷണിച്ചോളൂ, ഞാൻ പറയാം. ഉണ്ടോ? ആരായിരുന്നു? എങ്ങനെ മരിച്ചു? കൃത്യമായിട്ട് പറയാൻ സാധിക്കും. തിരഞ്ഞെടുത്ത പ്രേതാനുഭവങ്ങൾ ഒരു ബുക്കുണ്ട്. അതല്ലാതെ പ്രേതങ്ങളെക്കുറിച്ചുള്ള 4-5 പുസ്തകങ്ങളുണ്ട്. വെറുതെ ക്രിയേഷനല്ല ഇത്. ഞാൻ നോർമൽ മൈൻഡോടുകൂടി തന്നെയാണ് ഇത് എഴുതുന്നത്. ഒരിടത്തൊരു ഇൻസിഡൻ്റ് ഉണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് നമുക്ക് 100% എത്തപ്പെടാൻ പറ്റും. അവിടെ ഒരു നെഗറ്റീവ് ഫോഴ്സ് ഉണ്ടെങ്കിൽ അത് 100% എത്തപ്പെടാൻ പറ്റും. ഇത് സത്യമാണ്. മരണാനന്തര ശേഷം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ പരിണിത ഫലങ്ങൾ നമ്മൾ അനുഭവിച്ചേ പറ്റും. നീ എന്ത് കർമ്മമാണോ നീ ഒരാളെ കൊലപ്പെടുത്തി, വളരെ വളരെ കഷ്ടമാണ്. ഇത് നമ്മൾ വിശ്വസിക്കാത്തത് കൊണ്ട് നമ്മുടെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ താഴെ വന്ന് ചീത്ത പറഞ്ഞിട്ടൊന്നും കാര്യമില്ല.
കാരണം റിയലിസ്റ്റിക്കായിട്ട് മരണം എന്ന് പറയുന്ന സത്യത്തിൻ്റെ ദുരിതം അവൻ മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പ് തുടങ്ങും. അത് ഞാനീ രാശിയില്ലാതെ ഫലം പറയുന്ന നിങ്ങൾ ഒരു ദിവസം ഇപ്പം തിരുവനന്തപുരത്ത് പത്മനാഭട്ടിയുടെ പുറയിലുള്ള മാടൻകോവിലിൽ വന്നാൽ അവിടെ ഏകദേശം 100 പേരോളം എന്നെ കാണും. ഞാൻ ഒരാളുടെയും ഒന്നും നക്ഷത്രമോ നാളെ ഒന്നും ആവശ്യമില്ല. എൻ്റെ മുമ്പിൽ നിന്ന് ഒരു നാണയം വയ്ക്കുമ്പോൾ ഞാൻ അവൻ്റെ ഫലം പറയും, അവൻ്റെ വീട്, സ്ഥലം, വിട്ടേക്കണ വസ്ത്രം, അവൻ്റെ കുടുംബത്തിൽ നാം വന്നപ്പോൾ ഇൻസിഡൻറ്റ്. ഇത് പറയാൻ പറ്റുമ്പോൾ അങ്ങനെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അയാളുടെ സിക്സ് സെൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ സിക്സ് സെൻസ് വർക്ക് ചെയ്യുമ്പോൾ അത് എങ്ങോട്ടാണോ നമ്മൾ യാത്ര ചെയ്യേണ്ടത്. മരിച്ചു എന്ന് പറയുന്നത് മരണത്തെക്കുറിച്ചിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള മരണവും മരണാനന്തര ജീവിതവും പ്രേതങ്ങളും ഒക്കെ തന്നെ. സാരി ഉടുത്ത പ്രേതങ്ങളൊന്നുമില്ല, ഒക്കെ വെറുതെയാണ്. ഇങ്ങനെ നമ്മൾ വിഷയത്തിൽ നിന്ന് കുറച്ച് മാറിപ്പോയി എന്ന് തോന്നുന്നു. ഈ സിനിമയിലെ അന്ധവിശ്വാസങ്ങൾ അത് സത്യമാണോ? സിനിമയിലെ ഏത് വിഷയത്തിനും അന്ധതയുണ്ട്. വിശ്വാസം ഉണ്ടെന്ന് പറയുന്നതും അന്ധതയാണ്, വിശ്വാസമില്ല എന്ന് പറയുന്നതും അന്ധത. അല്ല, ഇദ്ദേഹം ഈ കഥ പറഞ്ഞപ്പോഴേ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചത്, താങ്കൾ പറഞ്ഞ ആകാശഗംഗയും വെള്ളി നക്ഷത്രവും ഒക്കെ ബ്രഹ്മയുഗവും ഒക്കെ ഞാൻ മനസ്സിലാക്കാം, പക്ഷേ എന്താണ് അയ്യപ്പനും കോശിക്കും പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മുണ്ടൂർ മാടൻ എന്ന വാക്കാണ്. അത് അല്ല, അതിനകത്തൊരു ലോക്കുണ്ട്. അതിനകത്ത് ഈ രണ്ടുപേരും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ഒരു ലോക്ക് ഇട്ട് പിടിക്കുന്ന ഒരു സംഭവമുണ്ട്. ആ ലോക്ക് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ അത് എവിടെ നിന്ന് ശശിക്ക് കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് യഥാർത്ഥത്തിൽ ഒടിയൻ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലുള്ള ഒടിയൻ പിടിക്കുന്ന ലോക്കാണ് മുണ്ടൂർ മാടൻ. അത് പിടിച്ചു കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ അതിനുശേഷം നടന്മാരുടെ അല്ലെങ്കിൽ അനിലേട്ടൻ മരിച്ചു. മുണ്ടൂർ മാടനെ പറ്റി പറഞ്ഞു കൊടുക്കുന്ന അനിലേട്ടൻ, ക്യാരക്ടർ ചെയ്ത അനിലേട്ടനും മുങ്ങി മരിച്ചു. അപ്പോൾ ഇത് ഒരു വലിയ സംഭവമാണ്. അതിനകത്ത് അധികം നമുക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം വളരെ ശ്രദ്ധിക്കുക, ഈ തന്ത്രമാന്ത്രികങ്ങളുമായിട്ടുള്ള സബ്ജക്റ്റ് എഴുതുമ്പോഴും സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും ഇത് നമ്മൾ ആവിഷ്കരിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ജഡാവസ്ഥയിൽ കിടക്കുന്ന ബ്രഹ്മയുഗത്തിലെ ജഡാവസ്ഥയിൽ കിടക്കുന്ന മമ്മൂട്ടിയുടെ മുഖത്ത് ഈച്ച വന്നിരിക്കുന്നുണ്ടെങ്കിൽ മരണമോ അല്ലെങ്കിൽ മരണത്തിന് മുമ്പുള്ള നിശ്ചലമായ അവസ്ഥയിലുണ്ടാകുന്ന രോഗാവസ്ഥ, ആ കഥാപാത്രം ആരാണോ രോഗം വന്നേ പറ്റൂ. അതുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ ഇതിനകത്തൊക്കെ എഴുതുമ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇതിൻ്റെ ഷൂട്ടിംഗ് നടക്കുകയാണ്, അനന്തഭദ്രത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞാൻ സന്തോഷത്തോടെ പറയും, സന്തോഷടാ നാഗസാന്നിധ്യമുണ്ട് ഇവിടെ ഈ സ്ഥലത്ത്. നാഗസാന്നിധ്യം ഉള്ളത് തന്നെ നാളെ ഒരു ക്യാമറ റെഡിയാക്കിയാൽ നാഗങ്ങൾ ഇണചേരുന്ന ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ ഒരാൾ തലേ ദിവസം പറയുന്നു? നാഗങ്ങൾ ഇണചേരുന്ന റിയൽ ഷോട്ടാണ്. ഇനി ഇത് കഴിഞ്ഞിട്ടൊരു സംഭവമുണ്ട്, ആളെ എണ്ണദ്രോണി എന്നൊരു സാധനമുണ്ട്. അത് ഈ ഡെഡ് ബോഡിയായിട്ട് കിടക്കുന്നതാണ്. ആ സ്ഥാനം ഇത് തീർന്ന ഉടൻ തന്നെ ഞാൻ പറഞ്ഞു അത് നശിപ്പിച്ച് കളഞ്ഞേക്കണം, അത് മറ്റൊരാൾക്കും കൊടുക്കരുതെന്ന്. അതിന് പിന്നൊരു ദുരന്തം ഉണ്ടായിട്ടുണ്ട്, അതെനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അത് ആർക്കാണോ കൊടുത്തത് അവിടെ ഒരാൾ വീണ് എത്രയോ വർഷങ്ങളായിട്ട് കിടപ്പുണ്ട്, അത് മേടിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ അനന്തഭദ്രത്തിലേക്ക് തിരിച്ചു വന്നാലേ, ഒരു അങ്ങ് പറഞ്ഞു അമ്മിണി എന്ന് പറയുന്നൊരു കഥാപാത്രം അതിൽ നിന്നുണ്ടായൊരു സിനിമയാണ്. പക്ഷേ ഇതിൽ പല വ്യാഖ്യാനങ്ങൾ സംഭവിക്കുന്നുണ്ട്. പൃഥ്വിരാജ് ചെയ്ത അനന്തൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനോടൊപ്പം നിൽക്കുന്ന, നായകനൊപ്പം നിൽക്കുന്ന കഥാപാത്രങ്ങൾക്കെല്ലാം ഒരു വൈഷ്ണവ സങ്കല്പവും ഇപ്പുറത്ത് ദിഗംബരനുമായി ചേർന്ന് നിൽക്കുന്നവർക്കെല്ലാം ഒരു ശൈവ സങ്കല്പവും. അത് അങ്ങയുടെ എഴുത്തിൽ അങ്ങ് പ്ലാൻ ചെയ്ത് അല്ലല്ല, അത് ബോധപൂർവം അല്ലാതെ വന്നു ചേർന്നതാണ്. അതെല്ലാം സത്യം തന്നെയാണ്. അത് പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോൾ അറിയാതെ ഇതിൻ്റെ ക്രിയേഷനിൽ വന്നു ചേർന്നിരിക്കുന്നത് ഇതെല്ലാം തന്നെ ആ പറഞ്ഞിരിക്കുന്ന ആരോ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ശരിയാണ്, ആ വീഡിയോയിൽ വളരെ ഡീപ്പായിട്ട് ഓരോ കഥാപാത്രത്തിലെ അദ്ദേഹം അത് വളരെ കൃത്യമാണ്. അത് പിന്നീടാണ്. പക്ഷെ അദ്ദേഹം പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇവിടെ പറഞ്ഞു, അത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതൊക്കെ സംഭവിക്കുന്നതാണ്. ഇപ്പം പല നമ്മളിപ്പോൾ ക്രിയേഷനിൽ പലതും ഇപ്പോൾ റിയൽ ഇൻസിഡൻറ്റ് നടന്നാൽ പോലും നമ്മൾ പറയുമ്പോഴും എഴുതുമ്പോഴും അതിനകത്ത് കുറേ ഭാവനകൾ വന്നു ചേരും. പക്ഷേ ഈ ഭാവനകളൊക്കെ തന്നെ എന്നൊക്കെയോ സംഭവിച്ചു ജന്മജന്മാന്തരങ്ങളിൽ നമ്മളിലൂടെ കടന്നു പോയിരിക്കുന്നത്. ഇപ്പോൾ രോഹിതിന് പ്രേതകഥകൾ എഴുതാനായിട്ടുള്ള ആ ഒരു മനസ്സുണ്ടെങ്കിൽ നമ്മളെന്നോ ആ ശ്മശാനങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ആൾ തന്നെയാണ്. അത് ഏതെങ്കിലും ജന്മം, മനുഷ്യൻ്റെ പുറകിലോട്ടുള്ള 7 ജന്മം എടുക്കുമ്പോൾ ആ ജന്മജന്മാന്തരങ്ങളിലൊന്നും അതുമായിട്ട് കണക്റ്റഡായി. ഞാനതിലിപ്പോൾ ചിന്തിക്കുന്നൊരു സംഭവം എന്താണെന്നറിയോ, ഞാനൊരിക്കലും ഇങ്ങനെ ഈ ആത്മീയതയിലോ അല്ലെങ്കിൽ പാരാസൈക്കോളജിയിലോ ഒന്നും കണ്ടൻറ്റുകൾ ചെയ്യാൻ ആഗ്രഹിച്ച ഒരാളല്ല. എൻ്റെ മേഖല വാർത്തയായിരുന്നു, എനിക്കതായിരുന്നു ഇഷ്ടവും, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. പക്ഷേ ഞാൻ അവാക് മീഡിയ തുടങ്ങി ഒരു ഘട്ടത്തിൽ അന്ന് എൻ്റെ കൂടെ ശില്പ എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു, പിന്നീട് രാജേഷ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ കൂടി വരുന്നു. ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ സൈക്കോളജി പാരാസൈക്കോളജി മേഖലയിലേക്ക് പോയത്.
എന്നിട്ട് ഒരു ഘട്ടത്തിൽ ഇവർ രണ്ടുപേരും മറ്റ് ചാനലുകളിലേക്ക് പോയി. ഇത് മുഴുവൻ എൻ്റെ മുകളിലേക്ക് ഞാനാണ് പക്ഷേ അതിനകത്ത് ബ്രാൻഡ് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് അനുഭവത്തിൽ നിന്നൊരു പുസ്തകം എഴുതുക എന്നുള്ളത് എൻ്റെ കുഞ്ഞുനാൾ മുതലുള്ള ആഗ്രഹമാണ്. പക്ഷേ എന്നെ കൊണ്ട് പറ്റുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഒരു സാഹചര്യത്തിൽ ഒരു പുസ്തകം അനൗൺസ് ചെയ്യപ്പെട്ടപ്പോഴും അറിയാതെ അത് ആത്മാക്കളുമായി ബന്ധപ്പെട്ട ഒന്നായിപ്പോയി. അത് ഈ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോഴാണ് അത് എങ്ങനെയുണ്ട് എന്നുള്ളത് അവർ പറയുള്ളൂ. പക്ഷേ ഇത് പലപ്പോഴും ഒരിക്കലാണ് ഈ പാരീസിൽ നിന്നൊരു ടാരോ റീഡർ കേരളത്തിലെത്തിയപ്പോൾ ഞാൻ കണ്ടിരുന്നു. അവൻ എൻ്റെ ടാരോ കാർഡ്സ് വെച്ചിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ പൂർവ്വജന്മത്തിൽ എന്നോ എനിക്ക് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അനുഭവമുണ്ട്, അതുകൊണ്ടാണ് രോഹിത് ഈ കണ്ടന്റുകൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അല്ല, അതിപ്പോൾ എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പം വരുന്ന ആളുടെ മനസ്സ് തിരിച്ചറിയാൻ പറ്റും, നെഗറ്റീവുള്ള ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ പറ്റും. അതെല്ലാം വളരെ കൃത്യമാണ്. പിന്നെ നമ്മൾ ഏതോ ജന്മജന്മാന്തരങ്ങളിലല്ലേ ഒന്ന് ഇതുമായിട്ട് ബന്ധമുള്ളത് തന്നെ. പിന്നെ എവിടെയാണോ എത്തിച്ചേരപ്പെടേണ്ടത് അവൻ അവിടെ എത്തിച്ചേരപ്പെടും. അതിന് ഞാൻ ഉദാഹരണമായിട്ട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ചെളിവെള്ളത്തിൽ കിടക്കുന്ന ചെളിവെള്ളം, ആ ചെളിവെള്ളം ഒരിടത്ത് കെട്ടിക്കിടക്കുകയാണ് അഴുക്കായിട്ട്. അത് ശുദ്ധീകരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ, അത് ശുദ്ധീകരിച്ച് എവിടെയാണോ ചെന്ന് എത്തേണ്ടത് എന്നുണ്ടെങ്കിൽ, കടുത്ത വേനലിൽ ആ വെള്ളം വറ്റി നീരാവിയായിട്ട് അത് ആകാശത്ത് പോയി മേഘങ്ങളിലൂടെ സഞ്ചരിച്ച് കടലിൽ പതിച്ച് കടലിലെ നീരാവിയായി ഉയർന്ന് മഴ പെയ്ത് എവിടെയാണോ എത്തേണ്ടത്, ഏത് പുഴയിലാണോ നദിയിലാണോ എത്തേണ്ടത് അവിടെ എത്തപ്പെടും. അതുപോലെ തന്നെയാണ് നമ്മൾ എവിടെയാണോ നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് ചെയ്യുന്ന. ചിലർ പറയും എനിക്കൊരു ജോലിയില്ല, ഞാൻ വെറുതെ ഇരിക്കുകയാണ്. വെറുതെ ഇരിക്കേണ്ട ഒരു കാലം അവൻ്റെ ഏതെങ്കിലും ജന്മമെടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവനിങ്ങനെ വെറുതെ ഇരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ പൂജകൾ എന്ന് പറയുന്നത് പരിഹാരമല്ല. പൂജ എന്ന് പറയുന്നത് പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ്. ഇപ്പോൾ ഞാൻ ആ പൂജ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഒരുതാൾ രക്ഷപ്പെടില്ല. നീ എന്ത് പൂജ ചെയ്താലും അത് 20% ഉള്ളൂ. കർമ്മമാണ് പ്രധാനം. നീ നിൻ്റെ കർമ്മത്തിലേക്ക് എത്തിച്ചേരാൻ. ഇപ്പോൾ 10ാം ക്ലാസ് പഠിച്ച ഞാൻ 45 നോവലുകൾ എഴുതി, പുരാണങ്ങളെ പൊളിച്ച് ശകുനി എഴുതി, ദുര്യോധനൻ എഴുതി, അശ്വത്ഥാമാവ് എഴുതി. ഞാൻ എഴുതണം. ഞാൻ പേനയും പേപ്പറും എടുത്ത് എഴുതിയാൽ മാത്രമേ, നീ നിൻ്റെ കർമ്മം ചെയ്താൽ മാത്രമേ നിനക്കതിന് മാറ്റം ഉണ്ടാവും. ഞാൻ അങ്ങയുടെ അശുദ്ധമാവ് വായിച്ചിട്ടില്ലെങ്കിലും ഞാൻ ചോദിക്കട്ടെ, ആ വീഡിയോ കണ്ട അങ്ങ് പറഞ്ഞ ആ പയ്യൻ ചെയ്ത ആ വീഡിയോ കണ്ട അനുഭവത്തിൽ ഞാൻ ചോദിക്കുകയാണ്, ദിഗംബരന് അശുദ്ധമാവുമായി എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ദിഗംബരന് അശുദ്ധമായിട്ടൊരു ബന്ധമില്ല. അശ്വത്ഥാമാവെന്ന് പറയുന്നത് ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട, ഇപ്പം നോർത്ത് ഇന്ത്യയിൽ അശ്വത്ഥാമാവ് വരുമെന്ന് പറഞ്ഞാൽ ചാണകവെള്ളം തെളിക്കും. കാരണം അത് മഹാഭാരതത്തിലെ ഏറ്റവും ദുഷ്ടകഥാപാത്രമായിട്ടുള്ള ഒരാളാണ്. നമ്മൾ എന്തിനാണ് അശ്വത്ഥാമാവിനെക്കുറിച്ച് എഴുതിയെന്ന് ചോദിച്ചാൽ, അശ്വത്ഥാമാവ് പാണ്ഡവരോടും കൗരവരോടും ഒരേപോലെ നീതി പുലർത്തിയിരുന്ന ഒരാളാണ്. അദ്ദേഹം കുതിരലായത്തിലാണ് കിടന്നത്. കൊട്ടാരത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ളപ്പോഴും അദ്ദേഹം കുതിരകളുടെ ചാണകക്കൂമ്പാരത്തിലാണ് കിടന്നിരുന്നത്. ഒരു സുഖഭോഗങ്ങളും, സ്ത്രീകളുമായിട്ട് ബന്ധമില്ലാത്ത, സ്ത്രീകളെക്കുറിച്ച് ഒരു ചിന്തകളില്ലാത്ത, ചിന്തകൾ എന്ന് പറഞ്ഞാൽ ഭ്രമാത്മകമായിട്ടുള്ള ഒന്നും സ്പർശിക്കാത്ത ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു. സ്നേഹം എന്ന് പറയുന്നതിൻ്റെ ഉറവിടമായിരുന്നു അശ്വത്ഥാമാവ്. അതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ അശ്വത്ഥാമാവിനെ കൂടെ നിർത്താൻ, പാണ്ഡവർക്കൊപ്പം നിർത്താൻ തീരുമാനിച്ചത്. പക്ഷേ രാജാക്കന്മാരിൽ ഏറ്റവും ഉത്തമനായിരുന്നു ദുര്യോധനൻ. അതുകൊണ്ടാണ് ദുര്യോധനൻ മരിക്കുമ്പോൾ സകല ജനങ്ങളും വാവിട്ട് നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയത്, തെരുവിലേക്ക് ഇറങ്ങിയത്. കാരണം ദുര്യോധന മഹാരാജാവ് അതായിരുന്നു. എന്തൊക്കെ പുരാണങ്ങളിൽ ദുഷ്ടനാണെന്ന് പറഞ്ഞാലും ദുര്യോധനന് മാത്രമേ ക്ഷേത്രങ്ങളുള്ളൂ ഭാരതത്തിൽ. അതെ. ആ ദുര്യോധന മഹാരാജ മരിച്ചപ്പോൾ ഭർത്താവും മക്കളും മരിച്ച സ്ത്രീകളും കുടുംബാംഗങ്ങളും വാവിട്ട് നിലവിളിച്ചുകൊണ്ട് പിന്നെ ഹസ്തിനപുരിയിലെ തെരുവിലേക്ക് ഇറങ്ങി. ആ മൃതാവസ്ഥയിൽ കിടന്ന ദുര്യോധനെ കാണാൻ ചെല്ലുന്ന അശ്വത്ഥാമാവിനോട് അശ്വത്ഥാമാവ് രാജാവായി അഭിഷേകം ചെയ്യുകയാണ്. എന്നിട്ട് ഈ ശത്രുക്കളെ നിനക്ക് ഈ ഗതി വന്നല്ലോ എന്നുള്ളതാണ്. അപ്പം ആ പ്രതികാരത്തോടു കൂടിയാണ് അശ്വത്ഥാമാവ് പാണ്ഡവരുടെ കുടീരത്തിലേക്ക് പോണേ. അവിടെ ചെല്ലുമ്പോൾ അവിടെ പാണ്ഡവരും കൃഷ്ണനും ഒക്കെ വേറൊരു ആൽമരച്ചുവട്ടിലിരിക്കുകയാണ്. ഇതിനകത്തേക്ക് കയറാൻ നിവൃത്തിയില്ലാതെ മറ്റൊരു ആൽമരച്ചുവട്ടിൽ കിടക്കുമ്പോൾ അവിടെ കാക്കകളെ ആക്രമിക്കുന്നു, മൂങ്ങകൾ. അപ്പോൾ രാത്രിയാണ് ശത്രുക്കളെ ആക്രമിക്കാൻ ഏറ്റവും നല്ലത്. കാക്കകൾ ഉറങ്ങുകയാണ്, അവിടെ മൂങ്ങകൾ കടന്നു കയറി ആക്രമിക്കുന്നു. ഈ ഒരു ബുദ്ധിയിൽ നിന്നാണ് അശ്വത്ഥാമാവ് ഈ പാണ്ഡവരുടെ ശിബിരത്തിലേക്ക് ഓടിക്കയറുന്നത്. അച്ഛനെ എങ്ങനെയാണോ വധിച്ചത് അതേപോലെ വളരെ ക്രൂരമായി തന്നെ അത് മുഴുവൻ നശിപ്പിച്ച് കളയുക. വെട്ടിയെടുത്ത തലകളുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വരുവാണ് പിന്നെ ദുര്യോധനൻ്റെ അടുത്തേക്ക്. പിന്നെ ഈ അച്യുത ചൂടിയാമണിയൊക്കെ തുരിഞ്ഞെടുക്കുകയും മരിക്കാതെ കൊല്ലാതെ വിടുകയും ഒക്കെ ചെയ്യും. ഞാൻ ഈ നോവലിൽ പറഞ്ഞിരിക്കുന്നത്, ഒരാളെ ദുഷ്ടനെന്ന് പറയുമ്പോൾ, ദുഷ്ടനാണെന്ന് വ്യാഖ്യാനിക്കുമ്പോൾ ആ ദുഷ്ടൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. ഇപ്പം ശകുനി എന്ന് പറയുന്ന എൻ്റെ നോവൽ, അത് തമിഴിൽ ഇറങ്ങിയിട്ടുണ്ട്. ആ നോവലിൽ ശകുനിയാണ് യുദ്ധത്തിന് കാരണക്കാരൻ. അതെ,
ശകുനിയുടെ ഗാന്ധാരം എന്ന് പറയുന്ന രാജ്യം നശിപ്പിച്ചതാരാണ്? ഭീഷ്മറും ധൃതരാഷ്ട്രരും. അവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് വന്നതാണ് ഗാന്ധാരിയെ. തൻ്റെ കുലം നശിച്ചപ്പോൾ, തൻ്റെ രാജ്യം നശിച്ചപ്പോൾ അതിന് പ്രതികാരം ചെയ്യാൻ ശത്രുവിൻ്റെ രാജ്യത്തിലേക്ക് നുഴഞ്ഞു കയറി അവിടെ പകിട മുഴുവൻ നിരത്തി ആ കുലത്തെ നശിപ്പിച്ച ശകുനിയാണ് ഉത്തമൻ. അവൻ്റെ രാജ്യം നശിപ്പിച്ചപ്പോൾ അവൻ നോക്കി, ഒറ്റയ്ക്ക് എനിക്ക് അവനെ നശിപ്പിക്കാൻ പറ്റില്ല, എന്നാൽ പിന്നെ തൻ്റെ തന്ത്രങ്ങളും മന്ത്രങ്ങളും ഉപയോഗിച്ച് ഈ കുലം നശിപ്പിക്കുക. അതാണ് എൻ്റെ ശകുനി എന്ന നോവൽ. അതിപ്പോൾ തമിഴിലും ഇറങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, ഒരാളെ നമ്മൾ ദുഷ്ടനാണെന്ന് പറയുക, അവൻ ഇങ്ങനെയാണെന്ന് പറയുക, അതിൻ്റെയൊക്കെ പിന്നിലേക്ക് നമുക്ക് എടുക്കുമ്പോൾ അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു വന്ന ദിഗംബരനും അശ്വത്ഥാമാവും. ദിഗംബരൻ എങ്ങനെയാണ്? ദിഗംബരൻ എന്ന് പറയുന്നത് ആരെയും കൊല്ലാനായിട്ട് വന്നൊരു മാന്ത്രികനല്ല. അയാളുടെ സിദ്ധയോഗികൾ, അയാളുടെ അമ്മാവിൻ്റെതാണ് ഈ മാടമ്പിക്കാർ മുഴുവൻ പിടിച്ചു വെച്ചത്. അപ്പോൾ മരണസമയത്തിന് മുമ്പ് അദ്ദേഹം ഇവനെ ഓതി കൊടുക്കും ഇത് മുഴുവൻ. അപ്പോൾ ആ പ്രതികാരം അതാണ്, അവനെ അവകാശപ്പെട്ടത് നേടാനുള്ള ശ്രമമാണ് ദിഗംബരൻ ചെയ്തത്. പിന്നെ അവനിഷ്ടപ്പെട്ട പെണ്ണിനെ അവനിഷ്ടപ്പെട്ടില്ല, അവളെ ചേർത്ത് പിടിച്ചപ്പോൾ മരിച്ചു പോയപ്പോൾ അവളെ ജീവിപ്പിക്കാനായിട്ടാണ് മറ്റൊരു ജീവൻ അവന് വേണം. അതാണ് പരായ സുഭദ്രയോടുള്ള പ്രണയമാണ് സുഭദ്രയുടെ. അപ്പോൾ ഇത് നമ്മളൊരു ചുമ്മാ ഒരു നോവൽ ഒരുത്തന്നെ, എല്ലാ സിനിമയിലും എന്താണ്, അവൻ ഒരുത്തനെ കൊല്ലും, അവൻ അവസാനം അവനെ കൊല്ലും, ഇതല്ല. നമ്മൾ സിനിമകളുടെ ഫോർമാറ്റിലേക്ക് നമ്മൾ ദൃശ്യവൽക്കരിക്കപ്പെടുമ്പോൾ കഥകളാണെങ്കിലും സിനിമയാണെങ്കിലും ഇതിനെല്ലാം ഇതിൻ്റെ പിന്നിൽ കഥയുണ്ട്. ഞാനിപ്പോൾ രാമേശ്വരത്ത് വെച്ച് ദിഗംബരനെ പോലെ ഒരാളിങ്ങനെ, ഞാൻ ധനുഷ്കോടിയിലേക്ക് പോവുകയാണ്, ഭ്രാന്തനെ പോലെ മുടിയും താടിമുടിയൊക്കെ വളർത്തി ഇങ്ങനെ പോവുകയാണ്, യാത്രയാണ്, ഒരിടത്തും തിരിച്ചു വരുന്ന, ചിലപ്പോൾ രാമേശ്വരത്താണ് എൻ്റെ അവസാനം എന്ന് വിചാരിക്കുമ്പം നമ്മളിങ്ങനെ ധനുഷ്കോടിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കാറ്റാടി മരങ്ങൾക്കിടയിൽ ഒരാളിങ്ങനെ പാസ് ചെയ്ത് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ദിഗംബരനാണെന്ന് എനിക്ക് തോന്നി. ഞാനതിൻ്റെ പിന്നാലെ പോയി, ഇനി കണ്ടെത്താൻ പറ്റിയില്ല. പക്ഷേ ദിഗംബരൻ ആ ധനുഷ്കോടിയിലെ കാറ്റാടി പോകുന്ന കാറ്റാടി മരങ്ങൾക്ക് എവിടെയോ എന്നെ മറിഞ്ഞിരിക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. അവിടെ വലിയ ഓവുകളൊക്കെ കിടപ്പുണ്ട്. ഞാൻ അവിടെ മുഴുവൻ പരിശോധിച്ചു, രാത്രി മുഴുവൻ എന്താണ് നോക്കുന്നതെന്ന്. കാരണം എൻ്റെ മനസ്സിലെപ്പോഴോ തെളിഞ്ഞ ആ കഥാപാത്രം എൻ്റെ മുമ്പിലൂടെ സഞ്ചരിച്ചു എന്ന് എനിക്ക് എൻ്റെ തോന്നലാവും ഒരു പക്ഷേ. ഇതൊക്കെ ഭ്രാന്തായിട്ട് നമുക്കുണ്ടെങ്കിൽ വ്യാഖ്യാനിക്കാം. എനിക്ക് എൻ്റെ എഴുത്തുകളെക്കുറിച്ചാണെങ്കിൽ, എൻ്റെ കഥാപാത്രങ്ങളെക്കുറിച്ചാണെങ്കിൽ, എൻ്റെ കല്ലേരി കറുപ്പൻ, കണ്ണപ്പൻ, ഓരോ കഥയിലെ 45 നോവലുകളിലെ, അതിൽ ഈ പുരാണങ്ങളുള്ള 3 പുസ്തകങ്ങളിലെ 42 നോവലുകളും തന്ത്രമാന്ത്രികങ്ങളിലെ കഥാപാത്രങ്ങളാണ്. അപ്പം നമുക്കതുകൊണ്ട് എങ്ങനെ വ്യാഖ്യാനിക്കാം? ഇത്ര മാന്ത്രിക കഥയൊക്കെ 3ാം കിട നോവലുകളായിട്ടും 3ാം കിട സൃഷ്ടിയായിട്ടും എഴുതി കളയുമ്പോഴാണ് എന്നെ അത്ഭുതപ്പെടും. ഈ വീടെന്ന് പറയുന്ന പുസ്തകം വിറ്റ പൈസയാണ്, പുസ്തകങ്ങൾ എഴുതി ബുക്കിൻ്റെ പണം കൊണ്ടുണ്ടാക്കിയ വീടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള മനുഷ്യനെ ഒന്നും നമുക്ക് വിശ്വസിപ്പിക്കാൻ കഴിയില്ല. അശ്വത്ഥാമാവും ദിഗംബരനും അങ്ങനെ എത്രയോ കഥാപാത്രങ്ങൾ, 45 നോവലുകളിലെ കഥാപാത്രങ്ങൾ, അവർ പറയുന്ന സംഭാഷണങ്ങൾ, അവർ വളരുന്ന സാഹചര്യങ്ങൾ, അതിൻ്റെ മുഹൂർത്തങ്ങൾ, ഇതെല്ലാം സൃഷ്ടിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഈശ്വരൻ്റെ ഒരു കടാക്ഷം വേണം, അല്ലേ? ഉറപ്പായും വേണം. ആ ഈശ്വര കടാക്ഷം തന്നെയാണ് എഴുത്തിൻ്റെ ശക്തി. പിന്നെ നമ്മൾ മരിച്ചുപോയ മാതാപിതാക്കളെ, നമ്മളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച മാതാപിതാക്കളോടുള്ള നമ്മുടെ സ്മരണ. എൻ്റെ കുടുംബക്കാരുടെ ആരുടെ വീട്ടിലും ഇല്ല എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ, എൻ്റെ ആശ്രമത്തിലൂടെയുണ്ട്. ഇത്തരം ആ സ്മരണകളിലൂടെ, മാതാപിതാക്കളുടെ സ്മരണകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുക, നമ്മുടെ പൂർവികർക്ക് വേണ്ടിയിട്ട് ബലികർമ്മങ്ങൾ ചെയ്യുക, അത് വളരെ പ്രധാനമാണ്. ഉറപ്പായും ഇത് വലിയ സബ്ജക്റ്റുകളാണ്, ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഇന്ന് ഞാൻ അങ്ങയോട് അനന്തഭദ്രം സിനിമയുടെ കഥ അത് കേൾക്കാൻ മാത്രമാണ് വന്നത്. പക്ഷേ കുറേയധികം കാര്യങ്ങൾ കൂടി നമ്മളുടെ ഒരു സംസാരത്തിൽ മുന്നോട്ട് പോയി. ഇനിയും അങ്ങയുടെ അഭിമുഖം ഞങ്ങൾ ചാനലിൽ പ്രതീക്ഷിക്കും. അതിനുള്ള അവസരങ്ങൾ വളരെ സന്തോഷം. താങ്ക് യു.